കാട്ടി എൻ്റെ മോൻ്റെ ഭാവി എനിക്കിതൊരു തീരുമാനം വേണം. എനിക്ക് ഇവരെ എടുത്ത് തരണം മാർക്ക് ലിസ്റ്റ്, അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. എൻ്റെ മക്കളുടെ മാർക്ക് ലിസ്റ്റ് എനിക്ക് കിട്ടണം. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. നമ്മുടെ ഷാജിദ ഷാജിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഷാജിദ ഷാജി തൻ്റെ മക്കൾ പഠിക്കുന്ന യത്തീംഖാനയിൽ പോയിട്ട് തൻ്റെ മകൻ്റെ റിസൾട്ട് എടുത്ത് കൈവച്ചിട്ട് ഭയങ്കര നിലവിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പം എനിക്കിതിൽ അറിയാത്ത 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് ചോദിക്കുമ്പോൾ ഷാജിദ ഷാജി നാളെ വന്ന് ചോദിക്കും, എൻ്റെ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ നീ ആരാണ്, നിന്റെ അങ്ങനെയാണ്, നീ തുടക്കക്കാരിയല്ലേ. ആള് വരുന്നത് അങ്ങനെയാണ് കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വരെ പറഞ്ഞിട്ടാണ് പറയുന്നത്. നല്ല രീതിയിൽ പ്രാഗുകയാണ് ചെയ്യുന്നത്. നമുക്കതൊക്കെ തുടർന്ന് കാണാം. എന്തായാലും ഷാജിദ ഷാജി ഒരു സ്കൂളിൽ വന്നിരുന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം കാണുന്നവർക്ക്, അതായത് ഈ ഷാജിദ ഷാജിയുടെ കാര്യങ്ങളൊന്നും അറിയാതെ പെട്ടെന്ന് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് കാണുമ്പോൾ വളരെയധികം വിഷമം വരും. കാര്യം, ഒരു യത്തീംഖാനയിൽ കുഞ്ഞുങ്ങളെ പഠിക്കാൻ കൊണ്ടാക്കുന്ന ഒരു അമ്മയുടെ വേദനയും അവരവിടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന വേർതിരിവും ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് 2-3 ചോദ്യങ്ങളുള്ളത്. ക്യാമറയെ നോക്കിയാണ് ഷാജിദ ഷാജി കരയുന്നത്. അയ്യോ എൻ്റെ മക്കളുടെ ഇത് പോയി, മറ്റേതാണേ മറിച്ചതാണെന്ന് പറഞ്ഞാൽ കരയുന്നത്. എന്തായാലും നമുക്ക് ഷാജിദ ഷാജി കരയുന്ന ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അതായത് ക്യാമറ താഴോട്ട് ഇങ്ങനെ വെച്ചിട്ട് നോക്കിയതും കരയാണ്. പക്ഷെ ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ സമ്മതിക്കണം. ഒരു തുള്ളി കണ്ണുനീര് പോലും വരുന്നില്ല കേട്ടോ. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, ഷാജിദ ഷാജിയുടെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. എന്തായാലും നമുക്കത് കാണാം. സമയം പോകണ്ടല്ലോ, കണ്ടിട്ട് വരാം. ഞാൻ എത്ര ലക്ഷം ഉറുപ്പ്യ കടം വീട്ടിൽ കടക്കാര് മുത്തൂറ്റ് ഫൈനാൻസ് എന്തൊക്കെ ഫൈനാൻസ് എടുത്തോട് എന്റെ ജീവിതം ഇങ്ങനെ തൊലച്ചില്ല റബ്ബേ. എനിക്കിതിനൊരു തീരുമാനം കാട്ടി എൻ്റെ മോൻ്റെ ഭാവി എനിക്കിതൊരു തീരുമാനം വേണം. എനിക്ക് ഇവരെ എടുത്ത് തരണം മാർക്ക് ലിസ്റ്റ്, അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. എൻ്റെ മക്കളുടെ മാർക്ക് ലിസ്റ്റ് എനിക്ക് കിട്ടണം, അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. എൻ്റെ കുട്ടീൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ല, എനിക്കിതിലൊരു തീരുമാനം എന്താ അടിച്ചോളെ. എൻ്റെ കുട്ടീൻ്റെ മാർക്ക് ലിസ്റ്റ്, എൻ്റെ ചാച്ചുവിൻ്റെ മാർക്ക് D+, ഫുള്ള് D+, LSS പഠിച്ച് എങ്ങനെയൊക്കെ പഠിപ്പിച്ച് എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എനിക്ക് ജീവിക്കണ്ട ഇനി. എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എനിക്ക് ഇവര് ഞാനിനി എങ്ങനെ പ്രൈവറ്റ് ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തു? ഇവന് D+, ഫുള്ള് 7, 8, 9, 8, 9, 10 ഇവിടെ 3 കൊല്ലം പഠിപ്പിച്ച് എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. ഞാൻ എന്ത് ചെയ്യാം? പഠിച്ചോനെ, എനിക്കുള്ള തീരുമാനം എന്താ? പൈസ ഉള്ളവരുടെ കൂടെ മാത്രമാണ്. എൻ്റെ കുട്ടീൻ്റെ TC വാങ്ങാൻ 2 കൊല്ലം ഇവരെനിക്ക് മാർക്ക് ലിസ്റ്റ് കാണിച്ചിട്ടില്ല. 2 കൊല്ലം എൻ്റെ മാർക്ക് ലിസ്റ്റ് കാണിക്കാം. എൻ്റെ കുട്ടീൻ്റെ ഉണ്ടല്ലോ, ഇത് കാണുമ്പോഴുണ്ടല്ലോ വിഷമത്തിനെക്കാട്ടിയും കൂടുതൽ നമുക്ക് തമാശയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാര്യം ആരെ കാണിക്കാൻ വേണ്ടിയിട്ട് കരയുന്നതൊക്കെ ഫീൽ, നമ്മൾ ഉള്ളിൽ നിന്നൊരു സങ്കടമായിട്ട് നമുക്കത് ഫീൽ ചെയ്തില്ല. ആരൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ കരയുന്നതായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ആയിക്കോട്ടെ. അത് മാത്രമല്ല, കുഞ്ഞു മക്കൾ അടുത്ത് നിൽപ്പുണ്ട്. ആ മക്കളുടെ മുമ്പിൽ നിന്നാണ് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് നാണക്കേടായിട്ട് അവർ പറയുന്നുണ്ട്, മതി ഉമ്മ, അവർ തരാമെന്ന് പറഞ്ഞല്ലോ, മതി നിർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോഴും വീണ്ടും കിടന്നങ്ങ് ബാക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും കട്ട് ചെയ്ത് നമുക്ക് ആ ബാക്കി ഭാഗം കാണാം കേട്ടോ. കുറച്ച് ഭാഗം കൂടെ ഉണ്ട്, നമുക്കതൊരു കണ്ടിട്ട് വരാം. എടുത്ത് തന്നിട്ട് നിന്നെ പത്തിരിപ്പാല സ്കൂളിൽ ചേർത്തോ? എങ്ങനെ ചേർത്തും ചാച്ചോ? ഈ മാർക്ക് ലിസ്റ്റ് കൊണ്ട് എങ്ങനെ നിന്നെ ചേർത്തും? എല്ലാ ചാച്ചോ ഗവൺമെന്റ് സ്കൂള് നിനക്ക് ഇങ്ങനെയാണ് 6ാം ക്ലാസ് വരെ മാർക്ക് കിട്ടിയിരിക്കുന്നത്. നീ പറയടാ. ഇതിന്റെ ഭാഗമായിട്ട്, അതായത് ഇവർ ഈ വീഡിയോസ് ഇങ്ങനെ പുറത്ത് വിട്ടതിന്റെ ഭാഗമായിട്ട് റിയാക്ഷൻ ചാനലുകാർ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇറ്റ്സ് മീ കൈസ്, നമ്മൾ റിയാക്ഷൻ ചാനലിലൊക്കെ ഇങ്ങനെ തലപ്പത്ത് നിൽക്കുന്ന ഒരു ചാനലാണ് ഇറ്റ്സ് മീ കൈസ് എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ചാനലാണ്. അപ്പോൾ ആ ചാനലിലെ കൈസ് ഇതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് മാത്രമല്ല, മറ്റേ ഉമ്മായെ തെറി വിളിക്കുന്നതും ഉമ്മായെ അപമാനിക്കുന്നതായിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൈസിന് വന്നിട്ട് ഇങ്ങനെ പ്രാകുന്ന പോലെ, അതുപോലെ തന്നെ ഈ കാര്യത്തിനെ അങ്ങ് വളച്ചൊടിക്കും കേട്ടോ നമ്മുടെ ഷാജിദ ഷാജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും കൈസിനെ പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഈ റിയാക്ഷൻ വീഡിയോസ് തിന്ന അണ്ണാക്കിൽ തരുന്നവർക്ക് എനിക്ക് പറയാനുള്ളതാണ്, എന്താ പറയാ, ആരാണ്? ഇറ്റ്സ് മീ കൈസ്.
ഇറ്റ്സ് മീ കൈസ. എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ എന്നെ നല്ലോ വാനോളം ഉയർത്തിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നീ ഒരേറ്റ അടിക്ക് താഴെയിട്ടുണ്ടായിരുന്നു. കല്യാണം പുതുതായിട്ട് കഴിഞ്ഞു പറഞ്ഞു. നീ ഈ കല്യാണം കഴിഞ്ഞ കെട്ടികൾക്കും നിന്റെ കുട്ടികൾക്കും ഞങ്ങളുടെയൊക്കെ പച്ചിറച്ചി തിന്നിട്ട്, നീ എത്തിയും കുട്ടികളുടെ പച്ചിറച്ചി തിന്നിട്ട് നീ ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവല്ലേ, നീ ഒരുപാടൊന്നും ഉയരത്തിലെത്തില്ല. അത് ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, നീ ഒരുപാട് പോവില്ല. ഷാജിദ ഷാജിയുടെ ഈ ഒരു പ്രതികരണത്തോട് കൈസ് നന്നായിട്ട് തിരിച്ച് പ്രതികരിക്കുന്നുണ്ട് കേട്ടോ. കാര്യം കൈസ് ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെയാണ്, ഏത് വീഡിയോയിലാണ് എത്തീം മക്കളെ കുറിച്ച് പറഞ്ഞത്, അതായത് ഷാജിദയുടെ മക്കളെ കുറിച്ച് എവിടെയാണ് പറഞ്ഞത്? ഒരു വീഡിയോയ്ക്കകത്തും ഒരു വ്യക്തികളും, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരൊറ്റ വ്യക്തികളും ഒരു ഷാജിദയുടെ മക്കളെ ഒന്നും പറയുന്നില്ല. കാര്യം ആ കുഞ്ഞുങ്ങളോട് ദയനീയ അവസ്ഥ, അതായത് വളരെ വളരെ സഹതാപകരമായ അവസ്ഥയാണ് നമുക്ക് തോന്നുന്നത്. കാര്യം ഇപ്പം നല്ല മുതിർന്ന മക്കളാണ് അവര്. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം അപമാനകരമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഷാജിദ ചെയ്യുന്നത്. അതിന്റെ വേറൊരു ക്ലിപ്പിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ കാട്ടിത്തരാം. അതായത് ഈ കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് പറയടാ എന്ന് പറഞ്ഞിങ്ങനെ നിർബന്ധിച്ച് പറയുന്ന കുറച്ച് ഭാഗമുണ്ട്. എന്തായാലും കൈസ് പറയുന്നത് കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അടുത്ത ദിവസം തന്നെ എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഞാൻ ഈ പരിപാടി അവസാനിപ്പിച്ച് ചെയ്യാൻ പോകും. ഉറപ്പായിട്ടുള്ള സംഗതിയാണ്. നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഞാൻ നിങ്ങളെ മക്കളെ കുറിച്ച് മോശമായിട്ട് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല. അത് തന്നെ സംഭവം. അപ്പൊ ചുമ്മാ അനാവശ്യമായി മക്കളെ പറയാത്ത വിഷയങ്ങളിൽ മക്കളെ വലിച്ചു കേൾക്കാൻ നോക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഷാജിദയെ കുറിച്ചിട്ടാണ്. ഇനി ഷാജിദയുടെ പച്ചർച്ചി ഞാൻ തിന്നിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ഊളത്തരങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഷാജിദ, ഞാൻ പറഞ്ഞല്ലോ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അങ്ങ് നിരന്തരം ഇങ്ങനെ ടോർച്ചർ ചെയ്യുകയാണ്. അപ്പൊ അതിനകത്ത് എനിക്ക് ടോർച്ചറായിട്ട് തോന്നിയതാണ് കേട്ടോ. അപ്പം ഇനിയിപ്പം കുഞ്ഞുങ്ങൾ നാളെ വന്നിട്ട് ഷാജിദ പറയും ഞാൻ നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളില്ലെന്നേ ഓർത്തുള്ളൂ. എനിക്ക് ദുഃഖം തോന്നിയൊരു കാര്യം, ഈ സ്കൂളിൽ അതായത് എത്തീംഖാനയിൽ നടന്ന പ്രശ്നത്തെ കുറിച്ച് ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നുണ്ട്. അതായത് ആ സ്കൂളിൽ ഏതോ പെൺകുട്ടികൾക്ക് ഈ കുട്ടികൾ ചാറ്റ് ചെയ്യുന്നതോ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പുറത്ത് വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ പ്രായം ഒന്ന് കണക്കിലെടുക്കണമായിരുന്നു ഷാജിദയുടെ SSLCയുടെ മാർക്ക് ഷീറ്റൊക്കെ എടുത്ത് കാണിക്കുന്നത്. അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഷാജിദ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ മോനെ വിളിച്ചിരുത്തിയിട്ട് നീ ആർക്കാടാ ചാറ്റ് ചെയ്തത്, അപ്പം ആ ഒരു എട്ടിപ്പടിയുന്ന കുട്ടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ പേര് പറയടാന്ന് പറയുമ്പോൾ ആ കുഞ്ഞുമോൻ പറയാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ വീണ്ടും പറയടാ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം തെളിവ് കാണിക്കുന്നില്ല. വളരെയധികം ടോർച്ചർ ചെയ്യുകയാണ് ആ കുഞ്ഞുങ്ങളെ. സത്യം ഇവിടെ വാ, എൻ്റെ മകൻ എന്നെ ഉണ്ടല്ലോ, ഞാൻ പറയിപ്പിക്കാം. എന്തുണ്ടായത് പറയ്. പെണ്ണുങ്ങളായിട്ട് എന്താണ് ഉണ്ടായത്? തുറന്ന് പറ, വായ തുറക്ക്. ഞാൻ പറയില്ല. ആർക്കാ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു? ഏത് പെണ്ണിനെ മെസ്സേജ് ഉണ്ടായിരുന്നു? എന്താ പേരോളുടെ? പേര് പറഞ്ഞോ? പേര് പറഞ്ഞു. തെളിവൊക്കെ അവിടെ കൊടുത്തായി. പേര് പറഞ്ഞോ? പേര്. എത്തിങ്ങാനയിൽ പഠിക്കുന്ന ഏത് പെൺകുട്ടിയാ? എട്ടില് പഠിക്കുന്ന പെൺകുട്ടി. അവളുടെ പേരെന്താ? ഞാൻ ഇപ്പൊ തെളിവുകൾ കാണിക്കണ? പേര് പറയണ? തെളിവ് കാണിക്കണ? നിങ്ങൾ ചാറ്റ് ചെയ്ത ലിസ്റ്റ് കാണിക്കണ? പേര് പറയണ? പേര് പറ. മിൻഹ പറഞ്ഞ പെൺകുട്ടി എത്രാം ക്ലാസ്സിലാണ് സ്കൂളിൽ പഠിക്കണേ? 8ല്. മദ്രസയിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 6ല്. ഇവൻ ഇപ്പൊ നീ എത്രയിലേക്കാ? 6ല്. നിന്റെ കൂടെയാണ് അവൾ പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ്? 7ലാണ് ഇപ്രാവശ്യം പഠിക്കുന്നത്. ഈ മിൻഹ പറഞ്ഞ പെൺകുട്ടി ഇവര് വരുമ്പോ ഇവൻ ഇവിടെ വരുമ്പോ അവിടുത്തെ എനിക്കറിയില്ല, കുറെ ഫോണും കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവര് കിട്ടുമ്പോ ചാറ്റ് ചെയ്യണ്ടോ? പെൺകുട്ടികളുടെ അവിടെ ഫോൺ കിട്ടണതല്ല, ആൺകുട്ടികളുടെ കയ്യിൽ എല്ലാവരുടെ ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ ആ കിട്ടുമ്പോ ചാറ്റ് ചെയ്യണ പരിപാടി ഇവർക്ക് ഉണ്ടായിരുന്നു. പറഞ്ഞുണ്ടല്ലോ, ഇത് മനുഷ്യാവകാശ കമ്മീഷനോ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാലാവകാശ കമ്മീഷനോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ കുറ്റമാണ്. കാര്യം അവരിങ്ങനെ ടോർച്ചർ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. കാര്യം ഇതിപ്പം ഞാൻ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, പറയാൻ താല്പര്യമില്ല. അതൊരു മോശമാണെന്ന് ആ കുട്ടിക്ക്, അത്രയും ആ ഏജിൽ 6ലാണ് ആ കുട്ടി പഠിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ പ്രായത്തിലുള്ള കുഞ്ഞിന് മനസ്സിലാവുന്നുണ്ട് ആ പെൺകുട്ടിയുടെ പേര് പറയുന്നത് മോശമാണെന്ന്. പക്ഷെ അവർ നിർബന്ധിച്ച് ആ കുട്ടിയുടെ പേര് പറയിക്കുന്നുണ്ട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മദ്രസയിൽ ഏത് ക്ലാസ്സിലാണ് ഒക്കെ പറയിക്കുന്നുണ്ട്. അതെന്താണ്? ഇവർക്കൊരു യുക്തി ഇല്ലാത്തതുകൊണ്ടാണോ? അതിന് അത്രയും അത് കണ്ടന്റിന് വേണ്ടിയിട്ടാണോ, റീച്ചിന് വേണ്ടിയിട്ടാണോ, അത് ഇനി വീണ്ടും ഇതെടുത്ത് ആളുകൾ റിയാക്ട് ചെയ്യണം, അപ്പോൾ ഇവർ വീണ്ടും അതിന് വേണ്ടിയിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് വളരെ സഹതാപം തോന്നുന്നുണ്ട് നിങ്ങളുടെ ഒരു കാര്യം കണ്ട. പിന്നെ അവർ പറയുന്നുണ്ട് അവരുടെ അത്ത ബുദ്ധി ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്. അതുപോലെ അവർ നടക്കും എങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇവര് ഒരു വിഷയത്തിൽ നിന്ന് ഇങ്ങനെ വ്യതിചലിച്ച് പോവുകയാണ്. എന്താ കാര്യം എന്നറിയത്തില്ല. ഇങ്ങനെ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല. ആ കുഞ്ഞുങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ
എത്തിങ്ങാനെ കൊടുക്കേണ്ട പേപ്പറുകൾ, അതുപോലെ വേറെ സ്കൂളിൽ കൊടുക്കേണ്ട പേപ്പറുകളൊക്കെ അവരിങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഒന്നിനും ഉറച്ചു നിൽക്കുന്നില്ല. ആരെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ അത് എന്താണെന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞു തീർക്കുന്നില്ല. എന്താണ് ഇവരുടെ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. സ്വന്തം മാതാവിനെ ഷഡ്ഡി ഡാൻസ് പുറത്ത് കാണിക്കുമെന്ന് പറഞ്ഞ ഷാജിദയിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ റിയാക്ഷൻ ചാനലിലൂടെ പുറത്ത് വരുന്ന കാണുമ്പോൾ ഇത്രയും വേദന ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് കാണിക്കരുത്. ഇതിപ്പോ എന്തായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ്. ഇതിപ്പോ ഇന്ന് ഷാജിദയുടെ വീഡിയോ നാളെ എന്തായാലും അടുത്ത ആളുകളടുത്ത് റിയാക്ട് ചെയ്യുക, അത് ഉറപ്പ് തന്നെയാണ്. എന്തായാലും ഷാജിദയോട് ഇത്രയും കാര്യങ്ങളെ പറയുള്ളൂ. ഷാജിദ എന്തായാലും യൂട്യൂബറാണ്, യൂട്യൂബിൽ കാണിക്കുന്നുണ്ട്, അതൊക്കെ അവരവരുടെ കഴിവാണ്. നല്ല 27 സബ്സ്ക്രൈബറിൽ നിന്ന് പെട്ടെന്ന് 198K സബ്സ്ക്രൈബർ ആവുക എന്ന് പറഞ്ഞാൽ ഷാജിദയുടെ കഴിവ് തന്നെയാണ്. മിടിക്കാണ്, സമ്മതിച്ചു. അതുപോലെ തന്നെ ഷാജിദയ്ക്ക് ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഷാജിദ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ചെയ്തിട്ടാൽ തന്നെ നല്ല റീച്ച് കിട്ടും, നല്ല കണ്ടന്റ്, നമ്മുടെ ഫാമിലി കണ്ടന്റ് തന്നെ ചെയ്ത് തന്നെ നല്ലൊരു എമൗണ്ട് ഷാജിദയ്ക്ക് വാങ്ങിക്കാനും പറ്റും. പിന്നെ എന്തിനാണ് ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ പറയേണ്ട, ഇപ്പം ആ സ്കൂളിൽ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പറയേണ്ട രീതിയിൽ പറയണം. അല്ലാതെ വന്നിന്ന് അറ്റവും മുറിയും പറഞ്ഞിട്ട് എന്താണ് പറയുന്നത് ഷാജിദയ്ക്കും അറിയത്തില്ല, കേൾക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഞാൻ മറ്റു ചാനലുകാർ പറയുന്നത് കേട്ടിട്ടാണ് ഇന്നതൊക്കെയാണ് ഷാജിദ പറയുന്നത് മനസ്സിലാക്കിയത്. അതായത് ഇസാഫ് വരുന്നുണ്ട്, മുത്തൂറ്റ് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് എൻ്റെ മോൻ 6ാം ക്ലാസ് വരെ A+ മേടിച്ചതാണ്, ഇപ്പോൾ മേടിക്കുന്നില്ല. ഓരോ ക്ലാസ് കഴിയുന്നവർ സ്കൂളിൽ കുഞ്ഞുങ്ങളുടെ പഠിക്കുന്ന ഭാരം കൂടും. കൊച്ചു ക്ലാസ്സുകൾ ഇപ്പോൾ എൻ്റെ മോൾ LKG എല്ലാത്തിനും ഫുൾ മാർക്ക് മേടിച്ചെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലൊക്കെ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് നിർബന്ധിക്കാനോ അല്ല പഠിപ്പിക്കുന്ന സ്കൂളിൽ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. അതിപ്പോൾ ഓരോരുത്തരുടെ ഓരോ അവസ്ഥ, ഓരോ സമയം ഒക്കെ ആയിരിക്കും. ഓക്കെ, അതൊന്നും അല്ല ഞാനിവിടെ പറയാൻ വന്നത്. എന്നിരുന്നാലും ഷാജിദ ഒന്ന് കുറച്ച് നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പം നമ്മൾ വികാരം ഇങ്ങനെ കൂടും, അതായത് ഇങ്ങനെ സങ്കടവും ദേഷ്യമൊക്കെ ഒരുമിച്ച് വരുമ്പോൾ പറയേണ്ട എന്താണെന്ന് അറിയാൻ സാധിക്കാത്തതുകൊണ്ട് പറയുന്നതാണോ എന്തോ. എന്തായാലും മറ്റുള്ള ചാനലുകാരെ ഇങ്ങനെ അപമാനിക്കുന്ന ഒന്ന് നിർത്തുക. ഷാജിദയുടെ ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്ന പോലെ തന്നെ മറ്റുള്ളവർ അവരവരുടെ ചാനൽ, ഇപ്പോൾ റിയാക്ഷൻ ചാനലുകൾക്ക് റിയാക്ട് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് തന്നെയാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ സ്വന്തം ഫാമിലി കാര്യങ്ങളെടുത്ത് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഷാജിദ ഇതിൽ വന്ന് പെടാതിരിക്കണമെങ്കിൽ ഷാജിദ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കരുത്. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഷാജിദയുടെ വരും വീഡിയോകൾ, അതായത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ എന്തായാലും എക്സ്പ്ലനേഷൻ, ഇപ്പം ഷാജിദ അങ്ങോട്ട് പറഞ്ഞവർ തിരിച്ചിങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ടൊക്കെ എന്തായാലും വീഡിയോസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ഓരോ ദിവസവും ഷാജിദയുടെ അപ്ഡേഷനോട്ടൊക്കെ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി കാണുന്നതിൽ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.